ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഒരു പഴയ കാല റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്തെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയെന്ന് നോക്കാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ പൂരം വറുത്തതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അരി കുതിർത്തി പൊടിച്ച് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ 2 കപ്പ് റവ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉപ്മാവിനൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ മിൽമയുടെ സാധാ നെയ്യില്ല, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പശുവിൻ നെയ്യ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നട്ട്സും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ അല്പം ഉണക്കമുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അത് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തന്നെ കുറച്ച് നട്ട്സും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നട്ട്സായിട്ട് നമ്മളെ കയ്യിലുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കപ്പലണ്ടിയും അതുപോലെ തന്നെ പൊട്ടുകടലയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് കപ്പലണ്ടിയും അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 കപ്പോളം പൊട്ടുകടല ഉണ്ടാവും. ഇത് എത്ര അധികം ഉണ്ടോ അത്ര അധികം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഞാൻ വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തത് എടുക്കാമായിരിക്കും നല്ലത്. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ നെയ്യിൽ നിന്ന് ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഒരു സൈഡിലേക്ക്. പിന്നെ ഇതേ സെയിം നെയ്യിൽ തന്നെ നമുക്ക് അടുത്ത പരിപാടിയും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ആയാലും കുഴപ്പമില്ല, 1-1.5 ഒക്കെ ഇടയിലായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് റവയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യിൽ കിടന്നിട്ട് ഈ തേങ്ങ ഇങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ, നല്ല ഫ്ലേവറാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. ഏകദേശം ഒന്ന് കളറൊക്കെ മാറിയിട്ട് വരുമ്പോൾ ആണ് നമ്മൾ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയിൽ ഒരു 6-7 ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം കുറവാണെന്ന് തോന്നിയ കാരണമാണ് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തത്. നിങ്ങളെ കയ്യിൽ ഏലക്കായ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ റവയില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ റവ ചേർത്തിയ സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തോ വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റിൽ 3 ടേബിൾ സ്പൂണ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, അങ്ങനെ മൊത്തം 6 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂട്ടി ഇനി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കാനില്ല, ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് നല്ലോണം ആയി വന്ന് നമുക്ക് ഇങ്ങനെ നല്ല ബ്രൗൺ കളറാവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് ഇതിൽ നിന്ന് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മുരിപ്പിച്ചെടുക്കാം. പിന്നെ റവ ആയ കാരണം കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ലോണം വെന്ത് വരണം. അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
പിന്നെ നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ചട്ടി എടുക്കാമെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഇളക്കി എടുക്കുക. പിന്നെ ഈ പാനിലാണെങ്കിൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പാൻ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇളക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെ കേട്ടോ. പഴയ കാലത്തുള്ള ഒരു റെസിപ്പിയാണല്ലോ, നമ്മുടെ ഉമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെച്ചെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഇളക്കലിനൊടുവിൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാവണം. ഈ ഒരു ബ്രൗൺ കളറായി വരണം, ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴാണ് ഇതായിട്ടുണ്ടാവുക. പിന്നെ ഈ സമയത്ത് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സും അതുപോലെ തന്നെ ആ കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. 10-15 മിനിറ്റിൻ്റെ ഒരു പണി ഉണ്ടാവുള്ളൂ. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിരിക്കുകയെന്ന് വെച്ചെങ്കിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അവലോസും പൊടി അതുപോലെ തന്നെ പൂരം വാർത്ത് എന്നൊക്കെ പറയുന്നതില്ലേ, നല്ല ടേസ്റ്റാണല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമുക്ക് റവയും തേങ്ങയും ഒക്കെ ഉണ്ടെച്ചെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവലോസും പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂരം വറുത്തവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ കൂടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ നിങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അതെല്ലാം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ടൊന്ന് മറക്കരുത് കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ, ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണേ. എങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.